Hi everyone, welcome to another video of Learn to Study. ഞാൻ റഫീഖ സിറ്റി. ഇന്നത്തെ വീഡിയോയിൽ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഹൈപ്പോത്തസിസ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ഇതിനെക്കുറിച്ചിട്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. There are several types of hypotheses used in research and scientific studies, each serving different purposes depending on the nature of the investigation. അപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസിലും അതുപോലെ തന്നെ റിസർച്ചിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ്, അതായത് ഡിഫറെൻറ്റ് പർപ്പസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ഹൈപ്പോത്തസിസ് ഡിഫറെൻറ്റ് പർപ്പസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വരുന്ന ഹൈപ്പോത്തസിസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, സിമ്പിൾ ഹൈപ്പോത്തസിസ്, കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്, ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്, അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ്, കോസൽ ഹൈപ്പോത്തസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്, വർക്കിംഗ് ഹൈപ്പോത്തസിസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഹൈപ്പോത്തസിസ്, ദാറ്റ് ഈസ് സിമ്പിൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ എന്താണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് നോക്കാം. എ സിമ്പിൾ ഹൈപ്പോത്തസിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രെഡിക്ട്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അപ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധം പ്രെഡിക്റ്റ് ചെയ്യണ അല്ലെങ്കിൽ പ്രവചിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവനയാണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് അനദർ വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പ്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവചിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രസ്താവനയാണ് എന്ത് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ടെസ്റ്റബിൾ ആൻഡ് ഓഫൻ ഫോർമുലേറ്റഡ് ആസ് ആൻഡ് ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ സിമ്പിൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഈഫ് എന്ന പ്രസ്താവനയായിട്ടാണ് നമ്മളിത് സിമ്പിൾ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതെന്താണ്, ടെസ്റ്റബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്കത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇവിടെ രണ്ട് എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈഫ് പ്ലാന്റ്സ് ആർ ഗിവൺ മോർ സൺലൈറ്റ് ദെൻ ദേ വിൽ ഗ്രോ ടോളർ. ഓക്കെ, നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് എന്താണ്, ചെടികൾക്ക് കൂടുതൽ സൂര്യപ്രകാശം നൽകിയാൽ അവ ഉയരത്തിൽ വളരും, അല്ലേ? അപ്പോൾ ഇവിടെ സൺലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ദെൻ അതിൻ്റെ ഗ്രോത്ത്, ആ പ്ലാന്റിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് എത്രത്തോളം സൺലൈറ്റ്, സൂര്യപ്രകാശം നമ്മൾ നൽകണോ അത്രത്തോളം ആ ചെടിക്ക് വളർച്ച ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈഫ് എന്നുള്ളൊരു പ്രസ്താവനയിലാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇൻക്രീസിങ് ദി എമൗണ്ട് ഓഫ് എക്സസൈസ് ലീഡ്സ് ടു വെയ്റ്റ് ലോസ്. അതായത് വ്യായാമത്തിൻ്റെ അളവ് കൂടുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു, അല്ലേ? അപ്പോൾ എമൗണ്ട് ഓഫ് എക്സസൈസ് നമ്മൾ എത്രത്തോളം കൊടുക്കണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എമൗണ്ട് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് നമ്മളുടെ ശരീരഭാരം കുറയുക എന്നുള്ളത് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മൾ നൽകുന്ന എക്സസൈസിനെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എക്സസൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ എത്രത്തോളം വ്യായാമം എടുക്കുന്നോ, വ്യായാമത്തിൻ്റെ അളവ് കൂട്ടുന്നോ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം കുറയും, അതിന് വെയ്റ്റ് ലോസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ഈഫ് എന്ന് പറഞ്ഞിട്ടൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇതെന്താണ് ഒരു ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. ആ ഹൈപ്പോത്തിസിസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ദാറ്റ് പ്രെഡിക്ട്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, ദാറ്റ് ഈസ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അനദർ വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു സിമ്പിൾ ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, ദെൻ in this case the independent variable is the amount of sunlight and the dependent variable is the height of the plants. അപ്പോൾ ഈ കേസിൽ, അതായത് ഫസ്റ്റ് എക്സാമ്പിളിൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആൻഡ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് ദി ഹൈറ്റ് ഓഫ് ദി പ്ലാന്റിൻ്റെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Then it is a hypothesis that reflects a relationship between two variables, that is independent and dependent variable. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ഹൈപ്പോത്തിസിസ് is a statement or it is a hypothesis that reflects, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അത് കാണിക്കുന്നത് എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, ദാറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. So that is the first type of hypothesis, simple hypothesis. Then second one is complex hypothesis. രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് ആണ് കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ സിമ്പിൾ ഹൈപ്പോത്തിസിസിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിൾ ഹൈപ്പോത്തിസിൽ നമ്മൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു. ഇനി കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് പ്രെഡിക്ട്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ടു ഓർ മോർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പ് പ്രെഡിക്റ്റ് ചെയ്യുക, അത് പ്രവചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഹൈപ്പോത്തിസിസ് ആണ് കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതായത് രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും രണ്ടോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന വേരിയബിൾ, അപ്പോൾ സ്വതന്ത്ര വേരിയബിൾ, ഓക്കെ, അവ തമ്മിലുള്ള ബന്ധത്തെ പ്രവചിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നിലധികം ഘടകങ്ങളും അവയുടെ ഇടപെടലുകളും ഉൾപ്പെടുന്നതാണ് കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ്. ഒന്നിലധികം ഘടകങ്ങൾ, ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, ഒന്നിലധികം ഘടകങ്ങളും ആൻഡ് ദെയർ ഇൻട്രാക്ഷൻ, അപ്പോൾ ഒന്നിലധികം ഘടകങ്ങളും അവയുടെ ഇടപെടലുകളും ഉൾപ്പെടുന്നതാണ് കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധത്തെ പ്രവചിക്കുന്നതാണ് കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം ഘടകങ്ങളും അവ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും ആണ് നമ്മൾ കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസിൽ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ, ഇഫ് സ്റ്റുഡൻസ് റിസീവ് ബോത്ത് ഇൻക്രീസ്ഡ് സ്റ്റഡി ടൈം ആൻഡ് ആക്സസ് ടു ട്യൂട്ടറിങ് ദെൻ ദെയർ ടെസ്റ്റ് സ്കോർസ് ആൻഡ് ഓവറോൾ അക്കാഡമിക് പെർഫോമൻസ് വിൽ ഇംപ്രൂവ്. എന്താ പറയുന്നത്, അതായത് ഇപ്പോൾ സ്റ്റുഡൻസിന്, വിദ്യാർത്ഥികൾക്ക് വർദ്ധിച്ച പഠന സമയവും, അതായത് എന്താണ്, ഇൻക്രീസ്ഡ് സ്റ്റഡി ടൈം, നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആക്സസ് ടു ട്യൂട്ടറിങ്, ഇപ്പോൾ നമ്മൾ കൂടുതൽ അവർക്ക് ട്യൂഷനൊക്കെ കൊടുക്കുകയാണ്, അവർക്ക് കൂടുതൽ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാണ്. ഇപ്പോൾ പഠിക്കാൻ ഒരുപാട് ടൈം കൊടുക്കുകയാണ്, അതോടൊപ്പം നമ്മൾ കൂടുതൽ കോച്ചിങ്ങും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ദെയർ ടെസ്റ്റ് സ്കോർസ് ആൻഡ് ഓവറോൾ അക്കാഡമിക് പെർഫോമൻസ് വിൽ ഇംപ്രൂവ്. അപ്പോൾ അവരുടെ ടെസ്റ്റ് സ്കോർ, അവർക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ അതിൽ അവർക്ക് ലഭിക്കുന്ന സ്കോർ, ദാറ്റ് ഈസ് മാർക്ക്, അതും അവരുടെ ഓവറോൾ അക്കാഡമിക് പെർഫോമൻസും, അതായത് ഇങ്ങനെ ലഭിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അതായത് കൂടുതൽ സമയം നമ്മൾ പഠിക്കാൻ കൊടുക്കുകയാണ്, കൂടുതൽ അവർക്ക് കോച്ചിങ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു അക്കാദമിക് പെർഫോമൻസ്, അക്കാദമിക് പ്രകടനവും മെച്ചപ്പെടും എന്നാണ് ഈ ഒരു എക്സാമ്പിളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും രണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് സ്റ്റഡി ടൈമാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒന്ന് സ്റ്റഡി ടൈമും ഒന്ന് ട്യൂട്ടറിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ അത് എന്തിനെ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ടെസ്റ്റ് സ്കോറും അക്കാഡമിക് പെർഫോമൻസും ആണ്. അപ്പോൾ ടെസ്റ്റ് സ്കോറും അക്കാഡമിക് പെർഫോമൻസും ആയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, സ്റ്റഡി ടൈമിനെയും
ട്യൂട്ടറിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ സ്റ്റഡി ടൈമും ട്യൂട്ടറിങ്ങും എന്താണ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കി നോക്കൂ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇൻക്രീസിങ് ദി എമൗണ്ട് ഓഫ് എക്സസൈസ് ആൻഡ് ഇംപ്രൂവിങ് ഡയറ്റ് വിൽ ലീഡ് ടു വെയ്റ്റ് ലോസ് ആൻഡ് ബെറ്റർ കാർഡിയോവാസ്കുലർ ഹെൽത്ത്. ഇപ്പോൾ നമ്മൾ സിമ്പിൾ ഹൈപ്പോത്തസിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നല്ല എക്സസൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസ് സംഭവിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എമൗണ്ട് ഓഫ് എക്സസൈസ്, കൂടുതൽ എമൗണ്ട് ഓഫ് എക്സസൈസ് മാത്രമല്ല നൽകുന്നത്, എന്താണ്, ഇംപ്രൂവിങ് ഡയറ്റാണ്. അപ്പോൾ ഡയറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡയറ്റും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡയറ്റും അതേപോലെ തന്നെ നല്ല എക്സസൈസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു സഹായിക്കും, അത് വെയ്റ്റ് ലോസിന്, അതേപോലെ തന്നെ ബെറ്റർ കാർഡിയോവാസ്കുലർ ഹെൽത്ത്, ഹൃദയ സംബന്ധമായിട്ടുള്ള ഹെൽത്ത്, ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതായത് വ്യായാമത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും നമ്മൾ ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെ ഭാരം കുറക്കാനും മികച്ച ഹൃദയാരോഗ്യത്തിനും ഇടയാക്കും എന്നാണ് ഈ എക്സാമ്പിളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എമൗണ്ട് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നതും ഇംപ്രൂവിങ് ഡയറ്റ് എന്ന് പറയുന്നതും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത്, വെയ്റ്റ് ലോസും കാർഡിയോവാസ്കുലർ ഹെൽത്തും വരുന്നത്. ഓക്കെ, സോ അതാണ് കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ കോംപ്ലെക്സ് ഹൈപ്പോത്തിസിൽ നമ്മൾ എന്താ പറയുന്നത്, കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രെഡിക്ട്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് 2 or more ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. Okay, here the independent variables are increased study time and access to tutoring, while the dependent variables are test scores and overall academic performance. Already നമ്മൾ പറഞ്ഞതാണ്. Then next, the hypothesis predicts the effect of multiple factors on multiple outcomes. എന്താ പറയുന്നത്, ഒന്നിലധികം ഫലങ്ങളിൽ, മൾട്ടിപ്പിൾ ഔട്ട്കംസിൽ ഒന്നിലധികം ഘടകങ്ങളുടെ സ്വാധീനം ഈ ഹൈപ്പോത്തിസിസ് പ്രവചിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മൾട്ടിപ്പിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതായത് ഇവിടെ ഓവറോൾ അക്കാഡമിക് പെർഫോമൻസും ടെസ്റ്റ് സ്കോറും, രണ്ടാമത്തേതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസും കാർഡിയോവാസ്കുലർ ഹെൽത്തും, ഹൃദയത്തിൻ്റെ ആരോഗ്യവും അതേപോലെ തന്നെ വെയ്റ്റ് ലോസും, അതാണ് മൾട്ടിപ്പിൾ ഔട്ട്കം. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ഔട്ട്കം അത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഇറ്റ് പ്രെഡിക്ട്സ് ദി എഫക്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്രീസ്ഡ് സ്റ്റഡി ടൈമും ആക്സസ് ടു ട്യൂട്ടറിങ്ങും. രണ്ടാമത്തെ എക്സാമ്പിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസും ഡയറ്റ് കൺട്രോളും. ഓക്കെ, പറയുന്നത് എന്താണ്, ഒന്നിലധികം ഫലങ്ങളിൽ, ഔട്ട്കമ്മിൽ ഒന്നിലധികം ഘടകങ്ങളുടെ സ്വാധീനം ഈ ഹൈപ്പോത്തിസിസ് പ്രവചിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് കോംപ്ലെക്സ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കോംപ്ലെക്സ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും രണ്ടോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ഹൈപ്പോത്തിസിസ് ദാറ്റ് റിഫ്ലെക്ട്സ് റിലേഷൻഷിപ്പ് എമംഗ് മോർ ദാൻ 2 വേരിയബിൾസ്. ഓക്കെ, എക്സാമ്പിളും പറയുന്നുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. ലോവർ ദി യൂസ് ഓഫ് ഫെർട്ടിലൈസർ ഇംപ്രൂവ് സീഡ്സ് ആൻഡ് മോഡേൺ എക്യുപ്മെൻറ്റ്സ്, ലോവർ വുഡ് ബി ദി അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇവിടെ 4 വേരിയബിളാണ് വരുന്നത്, 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഏതൊക്കെയാണ് ആ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ളത് നിങ്ങൾ നോക്കുക, എന്നിട്ട് അത് കമൻറ്റിൽ അറിയിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, ഒഫീഷ്യൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നോട്ടൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ മെയിലിൽ മെസ്സേജ് എനിക്കൊരു മെയിൽ ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഇതാണ് കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്.